ആഘോഷങ്ങൾ നടക്കട്ടെ. നാളെ മുതൽ സീത മനസ്സിലുണ്ടാകരുതെന്ന് ഇന്ദു ബാലനോട് പറയുന്നു. യുദ്ധഭൂമിയിൽ അവശേഷിക്കുന്നത് പൂക്കളല്ല, കുറച്ച് ചോരയും കണ്ണുനീരും മാത്രമാണ്. സീതയുടെ കല്യാണത്തിന് പോകാൻ ഇന്ദുവും മതികലയും തയ്യാറെടുക്കുന്നു. പോകുന്നത് ഹരിയും പൂവും എറിഞ്ഞ് ആശീർവദിക്കാനല്ല, അവൾ എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു പോകുന്നത് എനിക്ക് കാണണം. വയലോരം വീടിന് കാവടിക്കും അവകാശമുണ്ടെന്ന് മതികല. നാളെ ആ അവകാശം മയിലമ്മയ്ക്ക് എഴുതി കൊടുത്താലോ? അങ്ങനെ വരൂ. വരാനുള്ള സാധ്യത കൂടുതലാണ്. ശിവിയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം പിച്ചളയിൽ സംശയമുണ്ട്. അവന് തിരക്കല്ലേ? പണ്ടും അവൻ അങ്ങനെയായിരുന്നു. വലിയ പണക്കാരനാകണം, അതായിരുന്നു അവന്റെ ആഗ്രഹം. ശാരദയുടെ മരണത്തിൽ കുട്ടിമണിക്ക് ബന്ധമില്ല എന്ന് കുട്ടിമണിയല്ല. അപ്പൊ ഇവിടെ ഉള്ളവരെ നീ സംശയിക്കുന്നു നല്ലടി. അക്ക, ആവശ്യമില്ലാത്തത് പറയരുത്. இந்த വീട്ടില എവിടെ ഒക്കെ വാതിലുണ്ടെന്നും എത്തന കൊളുത്തുണ്ടെന്നും എന്നെക്കാൾ അറിയുന്നത് ഇവിടെ നേരത്തെ ഉള്ളവർക്കാ. തുടർന്ന് കാണുക. അമ്മ അപ്പഴേക്കും പിണങ്ങിയോ? എന്റെ ചക്കര അമ്മയല്ലേ? ആ, എന്നിട്ട് ബാക്കി പറ, കേക്കട്ടെ. ഞാൻ അറിയാതെ ഒരുത്ത എന്നെ പെണ്ണു കാണാൻ വന്നതുമാ. എന്നിട്ട് അയാൾ ഇവിടെ ഇരുന്ന് പളനിക്ക് പോയ അങ്ങേരെ കുറ്റം പറഞ്ഞു. എനിക്ക് സഹിച്ചില്ല. ഞാൻ 2 കൊടുത്തങ്ങ് വിട്ടു. അതോടെ 2ാം കല്യാണത്തിന്റെ ആലോചന വീട്ടുകാരവിടെ നിർത്തി. പിറ്റേ ആഴ്ച എന്റെ അച്യുതൻ എന്നെയും കൂട്ടി പളനിക്ക് പോയി. അവിടെ വെച്ച് നിന്റെ പെരിയപ്പായ ഞങ്ങള് കണ്ടതുമാ. വിളിച്ചപ്പോ നാട്ടിലേക്ക് വരുന്നില്ല എന്നും പറഞ്ഞ് കാവടി എടുത്തോണ്ട് ഒരൊറ്റ ഓട്ടം. ചത്തിട്ടില്ലല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞാനും തിരിച്ചു പോന്നു. ഇനി എന്റെ കണ്ണടയുന്നത് വരെ ഇവിടെ കാണുമായിരിക്കും. അമ്മ, ഞാൻ ഒരു കാര്യം പറയണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഓർക്കുക. എന്താ മോളെ? എനക്ക് ഏതാവത് ജോലി വേണം. ഇവിടെ ഇരുന്ന് വല്ലാതെ ബോറാകുന്നു. നിന്റെ പെരിയപ്പോട് പറ. അല്ല, പെങ്കൊച്ചിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലിയുള്ളത് നല്ലതാ. ആരെ ആശ്രയിക്കാതെ കഴിയാലോ. ഞാനും കൂടെ ട്രൈ ചെയ്യാമ്മ. എന്നോട് സർട്ടിഫിക്കറ്റ് വെച്ച്. മോള് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? ആമ്മ. എന്നാ നോക്ക്. നടു ഒന്ന് നിവർക്കട്ടെ. അമ്മ കിടന്നോ, ഞാൻ വിളിക്കാം. எனக்கு இது കഴിഞ്ഞിട്ട് മുറ്റത്തില கொஞ்சம் வேலை இருக்கு. ഇതാരെ തോപ്പിക്കണ? ചുമ്മാ. നിങ്ങൾ അറിഞ്ഞു ഇവിടെ നടന്നോക്കെ? എന്താ പൊന്നി ഇവിടെ നടന്നത്? വല്ലതും വിളിച്ച് ഞാൻ പറയും. ഒന്നാമതേ ബുദ്ധിയില്ല, അതിന്റെ കൂടെ കേൾവിശക്തി കൂടെ പോയോ? ശരിക്കും കേട്ടില്ല. എന്താ മതി? ഇവിടെ മൊത്തം വിശേഷങ്ങളാണല്ലോ. നിങ്ങളുടെ അപ്പച്ചിയപ്പനും അപ്പച്ചിയമ്മയും ദത്തുപുത്രി മൈലമ്മയും കൂടെ ഇന്നും ഇത് പൊട്ടിമണിയെ കാണാൻ പോയിരുന്നു. ആഹാ, അത് ശരി. ഇപ്പോ അവരൊക്കെ തമ്മിൽ ഭയങ്കര ബന്ധമായോ? അവരൊക്കെ തമ്മി പണ്ടേ ബന്ധമല്ലേ. വാഴക്കൊലയും ചുമന്നോട് അയാൾ പോയേക്കുന്നു, കുട്ടിമണിക്ക് കാഴ്ചക്കൊലയായിട്ട്. എന്നിട്ട് ഇവിടെ വന്ന് വിശേഷത്തോട് വിശേഷം പറച്ചില് കേട്ടിട്ട് എനിക്കാകെ വിറഞ്ഞു വന്നു. ചെന്നിട്ടേ നല്ല നാലെണ്ണം പറയാൻ മേലായിരുന്നു മതിക്ക്. ഞാലെണ്ണം ഇവിടെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ വാടക ഗുണ്ടകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കുമല്ലേ. ആരെങ്കിലും ഒന്ന് വാ തുറന്ന ഉടനെ തിരിച്ചു പറയാനായിട്ട്. വാടക ഗുണ്ടകളോ? ആരുടെ കാര്യ പൊന്നി പറയുന്നേ? എന്റെ മനുഷ്യ, ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുത്തിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടില്ലേ, ഒരു തമിഴ് പുലി, ആ മയിലമ്മ. ഓ, ഞാൻ നിങ്ങളുടെ അപ്പച്ചപ്പനോടും പെണ്ണുമ്പിള്ളയോടും ഇവിടെ ഇരുന്ന് അധികം വിശേഷം പറയണ്ടെന്ന് പറഞ്ഞപ്പോ ഈറ്റപ്പുലി പോലെ അവൾ എന്റെ നേരെ ചാടി വന്നു. ആഹാ, അവൾ അത്രയ്ക്കായോ? എന്റെ മതിയുടെ മുമ്പിൽ പീലി വിരിക്കാറായോള്. എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല. പിന്നെ അവളുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി ചെന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ സംസാരിക്കാൻ പോന്നെ, ഞാൻ ആ നിലവാരത്തിലേക്ക് പോവാം. നിങ്ങൾ ആ നിലവാരത്തിലേക്ക് ഇറങ്ങി ചെന്നില്ലെങ്കിലും കുഴപ്പമില്ല. അവളോട് നല്ല 4 വർത്തമാനം പറയണം നിങ്ങൾ. കാരണം എന്റെ ഭർത്താവല്ലേ നിങ്ങള്. ഇത്രയും തന്റെ ഇടമുള്ള ഒരു പുരുഷന്റെ കൂടെ ഞാൻ താമസിക്കുമ്പോ എന്നെ വല്ലോളുമാരും വല്ലതും പറയുന്ന എന്തിനാ? എന്റെ മതി വിഷമിക്കണ്ട, ഞാൻ പോയി ചോദിച്ചോളാം. വേണമെങ്കിൽ ഞാൻ അവളെ അടിച്ചിവിടെ നിന്ന് പറത്താം. പളനിമലയിലേക്ക് പറപ്പിച്ചു വിട്ടേക്കാം. വേണോ? വേണം, അങ്ങനെ തന്നെ ചെയ്യണം. രവിയേട്ടന്റെ ധൈര്യം രവിയേട്ടൻ കാണിക്കണം. രവിയേട്ടനെ കണ്ട ഇനി അവള് കണ്ണും വെട്ടത്ത് വരാത്ത രീതിയിൽ തന്നെ വരട്ടിയേക്കണം. ഞാൻ ഏറ്റുപന്നെ. പിന്നെ
ഞാൻ പുറത്തു പോകുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. ആ ഇന്ദുവേട്ടത്തി ഒന്നിച്ചാണോ പോകുന്നേ? ഇന്ദുവേടത്തി ഇന്നില്ല, അത് നാളത്തേക്ക് മാറ്റി. എനിക്കൊന്ന് പുറത്തു പോണം, അമ്മയൊന്ന് കാണുമായിരുന്നു. പിന്നെ മറ്റു ചില ആവശ്യങ്ങളും ഉണ്ട്. പിന്നെ പാർലറിലും പോണം. ഞാനും കൂടെ വരണോ? നിങ്ങൾ എന്താ മനുഷ്യ പിച്ചും പേയും പറയുന്നത്? നിങ്ങൾ വന്നാ പിന്നെ ആരവളെ വരട്ടും? ഓ അത് ശരിയാണല്ലോ, ഞാനതങ്ങ് മറന്നു. അപ്പോ മതി പോയിട്ട് വാ. മതി പോയിട്ട് വരുമ്പോ ഞാൻ ആ മയിലിനെ വിരട്ടി ഒരു കുഞ്ഞു കുയിലിനേക്കാളും ചെറുതാക്കിയേക്കാം. പോരെ? ശരി. ഇപ്പോഴാണ് എനിക്ക് നിങ്ങളെ കുറിച്ചൊരു മതിപ്പും സന്തോഷമൊക്കെ തോന്നുന്നത്. മതി പോയിട്ട് വാ. നോക്കിക്കോ ഇവിടെ എന്താ നടക്കാൻ പോകുന്നെന്ന്. ഞാനേ അധിക സമയം നിൽക്കുന്നില്ല. പോയിട്ട് മഴയ്ക്ക് മുമ്പ് തിരിച്ചു വരാം. അപ്പോ ഞാൻ പോയിട്ട് വരാമേ. എടി മയിലമ്മേ, മയിലേ, എവിടെയാടി നീ? ഇന്ന് ഞാൻ മയിലമ്മേ. என்னண்ணே என்னண்ணே எதுக்கு கூப்பிட்ட? ഞാൻ കൂപ്പിയൊന്നുമില്ല. എന്തിനാ എന്നെ വിളിച്ചതെന്ന്? ഓ അതോ, അത് ചെന്നൈയിൽ എവിടെയായിട്ട് വരും? മദ്രാസ്. ചെന്നൈയില് മദ്രാസാ? അല്ല, ചെന്നൈയില് എവിടെയായിട്ട് വരും മയിലിന്റെ വീട്? ഞാൻ പഴനിയിലില്ലയാ. അത് ചോദിക്കാനാണോ അണ്ണ ഇത്ര ഒച്ച വെച്ചത്? അല്ല, ഈയിടെ ചെന്നൈയിൽ വെള്ളപ്പൊക്കമൊക്കെ നടന്നതല്ലേ, ഓർത്തപ്പോ ഒരു ടെൻഷൻ. അതാ ഞാൻ പെട്ടെന്നിങ്ങ വന്നത്. ഏതായാലും പളനിയില് വെള്ളപ്പൊക്കമൊന്നും ഇല്ലല്ലോ. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവോ മയിലേ? ഓ, അവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ இந்த മയിലെ വിളി എനിക്ക് അത്ര പിടിക്കുന്നില്ല. മയിലമ്മ അത് മതി. ശരി. പിന്നെ ചെന്നൈയിലൊക്കെ വെള്ളം ആവശ്യത്തിനായല്ലോ അല്ലേ? ആമാ. ഇനി മുല്ലപ്പെരിയാറിന്ന് വെള്ളമൊന്നും വേണ്ടല്ലോ അല്ലേ? രവിയണ്ണനാണോ മുല്ലപ്പെരിയാറിന്റെ ഷട്ടർ തുറക്കുന്നത്? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ரொம்ப താങ്ക്സ്. അണ്ണേ ഇങ്ങ വാ. ഇങ്ങ വരാൻ. എന്നാ? അരുവാളുക്ക് നല്ല മൂർച്ച. ഏതാളിന്? இந்த വാക്കത്തേക്ക് ഒറ്റ വെട്ടിന് ഒരു വലിയ മരക്കഷ്ണം 2 തുണ്ടാச்சு. അപ്പോ ഒരു മനുഷ്യനോട് കഴുത്ത് പോക അരവെട്ട് മതിയാകും ഇല്ലയാ? എനിക്കൊന്നും പേടിയില്ല. ഈ രവി എത്ര വാക്കത്തി കണ്ടേക്കുന്നു. എനിക്കറിഞ്ഞൂടെ രവി അണ്ണനെ. സത്യം പറയ, എന്നോട് എന്ത് ചോദിക്കാനാ വന്നത്? അത് പിന്നെ കോടമ്പാക്കം. ഈ കോടമ്പാക്കം കൃത്യമായിട്ട് എവിടെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ പണ്ട് കോടമ്പാക്കത്ത് പോവാൻ വേണ്ടിയിരുന്നതാ. എതുക്ക്? സൈക്കിൾ റിക്ഷ ഓടുന്നത് കാണാം. അതെ അതെ. അല്ലല്ല, പിന്നെ അഭിനയിക്കാൻ. ഓ, നടിക്കരുതുക്കാ? ഏയ്, അങ്ങനൊന്നുമില്ല, അഭിനയിക്കുമായിരുന്നു. പിന്നെന്താ പോകാതിരുന്നത്? പോയതാ, പക്ഷേ വഴിക്ക് വെച്ച് TTR ട്രെയിനിൽ ഇറക്കി വിട്ടു. എന്നാച്ച്? ഞാനേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൊണ്ടാ കേറിയത്. പിന്നെ വേണ്ടാന്ന് വെച്ചു. സിനിമയിൽ അഭിനയിക്കാതെ ജീവിക്കാന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഭാഗ്യം. അതുകൊണ്ട് രജനി സാറും കമൽ സാറും കഞ്ഞി കുടിച്ചു പോകുന്നു. അല്ല, മതിക്കലക്ക ഇവിടെ ഇല്ല അല്ലേ? എങ്ങനെ മനസ്സിലായി? രവിയണ്ണൻ ധൈര്യമായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്ന കണ്ടപ്പോ മനസ്സിലായി. ഏയ്, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. മതി വിറയ്ക്കും. ഓ, തണുക്കുമ്പോഴോ? അല്ല, ഞാൻ ദേഷ്യപ്പെട്ടു നോക്കിയാൽ. ഓ, എന്നിട്ട് ഞാനത് ഇതുവരെ പാക്കവേ ഇല്ല. അതിപ്പോ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്റെ ഭാര്യയോട് ദേഷ്യപ്പെടാറില്ല. അതെന്റെ കൾച്ചർ. ഓ, അപ്പടിയാ. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ രവിയണ്ണൻ കൊഞ്ചം കൂടെ സ്ട്രോങ് ആകണം. நீங்க ஒரு புருஷன், மனைவிய பயப்படக்கூடாது. ആര്? ഭാര്യയെ ഭയപ്പെടരുതെന്ന്. ഓ, അതിരിക്കട്ടെ, അണ്ണനക്ക് ടീ വേണുമാ? ചായോ? എവിടുന്ന്? ഞാനിട്ട് തരും. അല്ല, അത് ഓ, എന്റെ കൈകൊണ്ട് ചായ മേടിച്ചു കുടിച്ചാ മതികളാക്ക അറിയുമോന്നോർത്താണോ? ഏയ്, അതല്ല. ഇനി അറിഞ്ഞാ തന്നെ
എന്നെ വിരട്ടി ഒരു ചായ ഇടിച്ചെന്ന് പറഞ്ഞാ മതി. യ്യോ! ആ പൊന്നെ, പൊന്നും തേനും ഒക്കെ അവിടെ നിക്കട്ടെ. അവളെ വരട്ടിയോ നിങ്ങള്? വരട്ടിയൊന്നോ? ഞാനൊന്ന് അലറിയതേ ഉള്ളൂ പൊന്നെ. പേടിച്ച് അവള് ബോധം കെടാറായി. അലറാ നിങ്ങളാരാ? ദിനോസറോ? അവളെ താക്കീത് ചെയ്തോന്ന്. ആ ചെയ്തു പൊന്നെ. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? ചായ ഇട്ട് തരാന്ന്. ചായ ഇട്ട് തരാന്നോ? അല്ലല്ല, വേണമെങ്കിൽ നമ്മുടെ അടുക്കള പണി കൂടി ചെയ്തു തരാമെന്ന്. ആ എങ്കിൽ അവക്ക് കൊള്ളാം. ശരി, നിങ്ങൾ വെച്ചോ. ഓ ആ നീ കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഭാര്യയുടെ സ്ഥാനത്ത് നിന്നാ മതി. കേട്ടറി, വെക്കടി ഫോൺ. என்ன ப்ராப்ளம்? മതികളാക്കവാ? ആ ചുമ്മാ മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി. ഫോണിലൂടെ തൊഴിക്കായിരുന്നെങ്കിൽ ഞാൻ അതും അവളെ ചെയ്തേനെ. അല്ല പിന്നെ വേണ്ടാന്ന് വെക്കുമ്പം. പിന്നെ ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാ. ദേഷ്യം വന്നാ പിന്നെ പിടിച്ച കിട്ടത്തില്ല. എന്റെ കുറെ കഥകളുണ്ട്. മതി ഇവിടെ ഇല്ലാത്തപ്പം ഞാൻ എല്ലാം പറഞ്ഞുതരാം. അതിന് അക്ക ഉള്ളപ്പ പറഞ്ഞ അക്കാവ പേടിയാ? ഏയ്, അവള് നേരത്തെ കേട്ടിട്ടുള്ളതാ. ബോറടിക്കും. അത് സരി, ദാ ടീ സാപ്പിട്. ഒരു ചായക്കൊക്കെ ഇത്ര ഗ്ലാമർ ആവാൻ കഴിയോ? കുയിലെ പൊടിച്ച് കൂട്ടിലടച്ച്. ഹോ, എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ഒമ്പും വില്ലും, കൊച്ചു വിച്ചാത്തി, കൊടുക്കം പവനായി ശവമായി. മയിലിനെ വരട്ടാൻ പോയി നിങ്ങള് അവളിട്ട് എന്താ ചായ കുടിച്ചോണ്ട് വന്ന മനുഷ്യ? നാണമില്ലല്ലോ നിങ്ങക്ക് എന്നോട് വന്ന് ഇത് പറയാനായിട്ട്? കഷ്ടം തന്നെ. മതി, ഞാൻ ചായ ഇടിച്ചു, പക്ഷെ കുടിച്ചില്ല. കുടിച്ചില്ലേ? ഇല്ലെന്ന്. സത്യം? സത്യം. പിന്നെന്തിനാ അവളെ കൊണ്ട് ചായ ഇടിപ്പിച്ചത്? ഓ അതോ അത് അതവളെ ഭയപ്പെടുത്തി അനുസരിപ്പിച്ചതല്ലേ. മതി ഫോൺ ചെയ്തപ്പോഴും അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്. അതൊരു വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. എനിക്കിതുവരെ മതിയെ കൊണ്ടൊരു കാപ്പി ഇടിക്കാൻ പോലും പറ്റിയിട്ടില്ലല്ലോ. ഓഹോ, അപ്പൊ അതാണല്ലേ നിങ്ങളുടെ മനസ്സിരിപ്പ്. എന്താ എന്നെ അടുക്കള കയറ്റാത്തതില് നിങ്ങൾക്ക് വിഷമമുണ്ടോ? വിഷമമുണ്ടോന്ന് ചോദിച്ചാ ആർക്കാ മതി സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു കാപ്പി മേടിച്ചു കുടിക്കാൻ ആഗ്രഹമില്ലാത്തത്? മിക്കവാറും കയ്യിൽ നിന്ന് മേടിക്കും. എന്താ മതി? ഒന്നുമില്ല. അത് പിന്നെ രവിയേട്ടന് ഞാൻ കാപ്പി ഇട്ട് തരാത്തത് എന്താണെന്നറിയാമോ? ഇല്ല. ഞാൻ അടുക്കളയിൽ പോയി എന്റെ സൗന്ദര്യമൊക്കെ പോയാ ആർക്കാ രവിയേട്ട അതിന്റെ നഷ്ടം? എന്റെ രവിയേട്ടന്. ഇപ്പോ ഭാര്യ സുന്ദരിയാണെന്നുള്ള സന്തോഷം ഇല്ലേ രവിയേട്ടന്? അതുണ്ട്. അടുക്കളയിൽ നിൽക്കുമ്പോഴെങ്ങാനും ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഞാൻ ചത്തുപോയാ രവിയേട്ടന് സങ്കടം ആവത്തില്ലേ? പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റൂ പൊന്നെ. ഹോ, അങ്ങനൊന്നും ചിന്തിക്കാൻ പോലും വയ്യ. ഇപ്പോ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷം ഇല്ലേ രവിയേട്ടന്? അതുണ്ട്. അതാ. അല്ല മതി, അപ്പോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഞാൻ മരിച്ചു പോയാലോ? മരിക്കുമ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷം എന്റെ രവിയേട്ടനില്ലേ? അതുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഒക്കെ എന്റെ രവിയേട്ടന്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. അതാണ്. പിന്നെ വൈകിട്ട് എനിക്ക് ചപ്പാത്തി മതി കേട്ടോ. പിന്നെന്തെങ്കിലും ഒരു വെറൈറ്റി കറിയും. അതിപ്പോ എന്നതാ? പുറത്ത് പോകുമ്പോഴാവട്ടെ, ഞാൻ രവിയേട്ടന് നല്ലൊരു സമ്മാനം വാങ്ങിച്ചു തരുന്നുണ്ട്. എന്നതാ മതി? 1001 പാചകക്കുറിപ്പുകൾ. എന്റെ രവിയേട്ടനെ ഞാൻ ഇന്ത്യയിലെ തന്നെ
ഏറ്റവും വലിയൊരു കുക്കാക്കും. ഏ? കൊക്ക ഓ എന്റെ പൊട്ട കുക്ക് കുക്ക് കുക്ക്. ഓ കുക്കോ. മോളെ കുട്ടിമണി, അമ്മേ അമ്മേ ഞാനേ ഞാൻ വന്നായിരുന്നു അവിടെ. വലിയേട്ടനും കുഞ്ഞേട്ടനും കൂടെ എന്നെ വീട്ടിൽ കയറ്റിയില്ല, കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ ഇങ്ങ് വന്നേ. വരുന്ന വഴിക്ക് കൊച്ചേച്ചിയുടെ അച്ഛ ഞങ്ങളെ കാലിൽ കയറ്റി. എന്നിട്ട് നമുക്ക് പുത്തനൊരു വീട് തന്നു. ഞങ്ങൾ ഈ വീട്ടിലുണ്ട്. ഞങ്ങളിവിടെ താമസിക്കുവാനേ. കുഞ്ഞാനെ ഞാനേ മുത്തശ്ശോട് സമ്മാനിക്കുവാ. നിനക്കേ എന്റെ ഒരു മുത്തശ്ശോട് പറയാനുണ്ടോ? ഉണ്ടോ? എങ്കിൽ ഞാൻ പറയാം. അമ്മേ കുഞ്ഞുവനെ മുത്തശ്ശത്തെ ഇടയ്ക്കിന്ന് പറയാൻ പറഞ്ഞു. പിന്നെ അമ്മ ഇപ്പൊ അച്ഛൻ്റെ അടുത്താണോ? ശരി ശരി. പിന്നെ അച്ഛൻ ഞാൻ തിരക്കെന്ന് പറയാനേ ഞാനും വരാം അമ്മ. കുഞ്ഞുവനെയും മനുഷ്യനും എല്ലാരും വരാവേ. നമുക്ക് ഈ വഴക്കുണ്ടാക്കുന്ന ആരുടെയും കൂടെ താമസിക്കണ്ട. നമുക്ക് സന്തോഷമായിട്ട് മാറി നമുക്ക് മാത്രമായിട്ട് താമസിച്ചാവേ. കുഞ്ഞുവനെ നമുക്ക് മാത്രമായിട്ട് താമസിച്ചാൽ കേട്ടോ. ആ എനിക്കേ ഇവിടെ ചെറിയൊരു പണിയുണ്ട്, അത് കഴിഞ്ഞ് വിളിക്കാം. വെച്ചോ. കുഞ്ഞുവനെ ഒന്നും പേടിച്ചണ്ട, അമ്മയുണ്ട്. അമ്മ കേട്ട് പേടിച്ചണ്ടേ. അമ്മ നോക്കിച്ചാലോ കുഞ്ഞുവനെ. മനുഷ്യൻ വരുമ്പോ പറയാവേ. അച്ഛ കുഞ്ഞുവനെ എപ്പോഴും അന്വേഷിച്ചു. നീ കരഞ്ഞാലേ അമ്മച്ചി സങ്കടം വരൂലേ. കുഞ്ഞുവനെ കരയണ്ട. കുട്ടു എന്താ കുട്ടു, എന്താ എന്നെ കണ്ടപ്പോ ഇത്ര പേടി? ഞാനോ? ഞാൻ എവിടെ വന്നു? ഞാനെങ്ങും വന്നിട്ടില്ല. എവിടെ വന്നാ കുട്ടിമണി പറയുന്നേ? ഞാൻ ഓർമ്മിക്കുന്നുണ്ടല്ലോ, അന്ന് രാത്രി വീട്ടില് അമ്മ ഉറങ്ങിക്കിടന്നപ്പം ഞാൻ കണ്ടതാ കണ്ടംപൂച്ചെ. ഞാൻ കണ്ടതാ ഇങ്ങനെ നിക്കുന്നേ. നീ എന്നെ കണ്ടോ? ആ ഞാൻ കണ്ടു. നീ അത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, കണ്ടംപൂച്ച കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോ നീ കണ്ടു എന്നുള്ളത് മറന്നിട്ടില്ല അല്ലേ? ഞാൻ എന്തിനാ മറക്കുന്നേ? എനിക്ക് കണ്ടംപൂച്ച അറിയാലോ. ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുള്ളല്ലേ. നീ ഇത് ഇനി ആരോടെങ്കിലും പറയോ എന്നെ കണ്ടത്? പറഞ്ഞാലെന്നാ? നീ പറയോടി, അത് പറ. എന്നെ എരിയെന്ന് വെച്ചാണ്ടല്ലോ. ആ എന്റെ കണ്ണുമാരെ ഞാൻ കുത്തി പഠിക്കാം. നിന്റെ മർമ്മവിദ്യയും കുത്തുവൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നെ കണ്ടെന്ന് നീ ആരോടെങ്കിലും പറയോ? പറയോന്ന്. ഞാൻ ചിലപ്പോ പറയും. പറയോടി നീ. എന്നെ പേടിപ്പിച്ചല്ലേ. എനിക്ക് പേടിയാ. പേടിപ്പിക്കാൻ മാത്രമല്ല, എന്നെ കണ്ടുവന്ന് നീ ആരോടെങ്കിലും പറഞ്ഞ നിന്റെ കുഞ്ഞുമണിയുടെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അത് മാത്രമല്ല, നിന്റെ മനസ്സിന്റെ കണ്ണും ഞാൻ കുത്തിപ്പൊട്ടിക്കും. പിന്നെ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. നിന്റെ നാക്ക് ഞാൻ അറുത്തെടുക്കും. എന്നിട്ട് നിന്റെ ഓരോരോ വിരലിലെ ഓരോരോ നഖങ്ങളായി ഞാൻ പറിച്ചെടുക്കും. പറയൂടി നീ ആരോടെങ്കിലും. ഇല്ല, ഞാൻ ആരോടും പറയത്തില്ല. എന്റെ കുഞ്ഞുവനെ ഒന്നും ചെയ്യല്ലേ. എന്റെ കുഞ്ഞുവനിയുടെ കണ്ണുകുട്ടി പൊട്ടിച്ചല്ലേ.
ഇല്ല. എന്റെ മനുഷ്യനെ ഒന്നും ചെയ്യില്ല. ഇല്ല. എന്നെ ഈ കുറ്റുമണിയെ എന്റെ വേണേലും ചെയ്തു, പക്ഷെ എന്റെ കുഞ്ഞുമണിയെ മനുഷ്യനെ ഒന്നും ചെയ്യില്ല. നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. തൽക്കാലം നീ എന്നെ കണ്ടുവന്ന് ആരോടും പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം ചെയ്യും. അന്ന് വന്നതുപോലെ ആരും അറിയാതെ നിന്റെ വീട്ടിൽ വരും. ആദ്യം നിന്റെ മനസ്സിൽ എന്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിക്കും. അത് കഴിഞ്ഞ് കുഞ്ഞുമണിയുടെ, പിന്നെ നിന്റെയും. അപ്പൊ പിന്നെ എന്നെ കണ്ടെന്ന് നീ ആരോടും പറയത്തില്ലല്ലോ. സത്യമായിട്ടും ഞാൻ ആരോടും പറയത്തില്ല. ഇല്ല, മനുഷ്യനെ കുഞ്ഞുമണിയെ ഒന്നും ചെയ്യല്ല. ശരി, എന്നാ പിന്നെ നിന്റെ അച്ഛയമ്മയും പിടിച്ച സത്യം ചെയ്. ആരോടും പറയില്ലെന്ന് സത്യം ചെയ്യടി. എന്റെ അച്ഛനാണ്, അമ്മയാണ്, ഭഗവാനാണ്, ഭഗവതിയാണ് സത്യം. ഞാൻ കണ്ണമ്പൂജയെ കണ്ടിട്ടില്ല. ഇല്ല, കണ്ടിട്ടില്ല. ഇപ്പഴും ഞാൻ കണ്ണമ്പൂജയെ കണ്ടിട്ടില്ല. ഞാൻ കണ്ണാച്ചനിക്കുവാ. സത്യം. മിടുക്കി. ഇനി ഞാൻ നിനക്കൊരു സമ്മാനം തരട്ടെ? വേണ്ട, എനിക്കൊന്നും വേണ്ട. അയ്യോടാ, അങ്ങനെ പറയല്ലേ. ദാ നോക്കിയേ, ഇത് കണ്ടോ മിഠായി? ഞാൻ തരട്ടെ ഇത്? പകുതി കുട്ടിമണിക്കും പകുതി കുഞ്ഞുമണിക്കും. എനിക്ക് വേണ്ട. അതെന്താ, നിനക്ക് ഭക്ഷണത്തോടും മിഠായിയോടുള്ള ആർത്തി തീർന്നോ? അതല്ല, എനിക്ക് പേടിയാ. നീ പേടിക്കണ്ട. നീ എന്റെ മനസ്സിന്റെ കുട്ടുമണിയല്ലേ. അപ്പൊ പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? എന്നാ മേടിച്ചോ. വേണ്ടാഞ്ഞിട്ടാ. മേടിക്കടി, മേടിക്കടി. നല്ല കൈയാണല്ലോ. എന്നെ കൈയും കിട്ടാ. ഞാൻ നിന്റെ കൈയൊന്ന് പിടിച്ചെന്ന് വെച്ചെന്താ? ഞാനെന്താ പറിച്ചെടുക്കോ? ഞാൻ കുട്ടിമണിയുടെ കൈയൊന്ന് നോക്കട്ടെ. കുട്ടിമണി കൈ നോക്കിയിട്ടുണ്ടോ? ഞാൻ കൈ നോക്കുമല്ലോ. ഇങ്ങനെ. അതല്ല, കൈനോട്ടക്കാരൊക്കെ നോക്കുന്ന പോലെ കൈ നോക്കി 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 ഭാവി ഫലം പറയും. എന്നാ ബലവാ? ഭൂതം, ഭാവി, വർത്തമാനം, അതൊന്നും കുട്ടിമണിക്ക് അറിയത്തില്ല. ഭൂതാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ മാരങ്കാവിന്റെ അവിടെ ഭൂതമുണ്ട് അന്ന് അച്ഛ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വർത്തമാനവും ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ല, ഭാവി എന്ന് പറഞ്ഞാ നാളെ കുട്ടിമണിക്ക് എന്ത് സംഭവിക്കുമെന്ന് കൈ നോക്കി പറയാൻ പറ്റും. ശിവ, കുട്ടിമണിയുടെ കൈ നോക്കട്ടെ. കുട്ടിമണിക്ക് നാളെ എന്തു പറ്റും, കുഞ്ഞുമണി ഇനി എന്ന് വരും, അതെല്ലാം കൈ നോക്കി പറയാം. പറയുവോ? ഇപ്പോ കുട്ടിമണിക്ക് കണ്ടംപൂച്ചോടുള്ള പേടി മാറിയില്ലേ? കുറച്ചു പേടിയുണ്ട്, ഇച്ചിരിയും പോയി. പേടിക്കണ്ട കേട്ടോ. കണ്ടംപൂച്ചയെ കണ്ടെന്ന് ആരോടെങ്കിലും പറയൂ? ഇല്ല, പറയത്തില്ല. ഞാനേ സത്യം ചെയ്തതല്ലേ, പറയത്തില്ല. അപ്പൊ നീ മെടിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ കുട്ടിമണിയുടെ കൈ നോക്കി 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 ഞാനും നോക്കട്ടെ അടുത്ത സെക്കൻഡില് എന്താ സംഭവിക്കുന്നെന്ന്. ഞാനും നോക്കട്ടെ. സിജ, ശിവ, എടാ നീ ജീവിച്ചിരിപ്പുണ്ടല്ലേടാ, കൊള്ളാടാ. ഞാൻ പിന്നെ എങ്ങനെ ചാവൂടാ? അത്ര പെട്ടെന്ന് ചാവാൻ പറ്റൂടാ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ശരിയാ. വലിച്ചെറിഞ്ഞാലും ശരി 4 കാലിൽ വന്ന് ലാൻഡ് ചെയ്യുന്നവനാണ് ശിവ. മുഴുവൻ പേരെന്താന്നാ പറഞ്ഞത്? ശിവപാണ്ഡ്യ പെരുമാൾ. നല്ല പേരല്ലേ? പേര് കൊള്ളാം. നീ എവിടെയായിരുന്നടാ സിജ? പാവം കുട്ടിപ്പനെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ എവിടെ പോയിരുന്നു? എടാ ഞങ്ങളൊന്ന് പുറത്തു പോയതാ. ഇതേ കണ്ടില്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. ഓ, അരി, പച്ചക്കറി, പിന്നെ എന്തുണ്ടടാ? മീനുണ്ടോ? അയ്യോ, മീനില്ലടാ. അയ്യോ, മീനുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ നിന്ന് ചോറുണ്ടിട്ടേ പോകുള്ളായിരുന്നു.
ശിവ പോകാൻ തുടങ്ങണം. ആ മനസ്സിനെ കണ്ടില്ലേ, പിന്നെ കുട്ടിമണി, പിന്നെ ഇപ്പോ മനസ്സിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ കൂട്ടുകാരനെ, അങ്ങനെ വേണ്ടപ്പെട്ടവരൊക്കെ കണ്ടില്ലേ, പിന്നെ ഇപ്പൊ എന്തിനാ നിൽക്കുന്നേ? ഇവന്റെ ഒരു കുശുമ്പ് നോക്കിയ ഭായി. ഭായി എന്റെ കൂടെ നടക്കുന്നതിനാ ഇവന്റെ ഈ കുശുമ്പ്. എന്തായി നിന്റെ റിയൽ എസ്റ്റേറ്റ് പരിപാടികളൊക്കെ? രക്ഷപ്പെടുവാടാ. നീ രക്ഷപ്പെട്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാശ് കടം മേടിക്കാൻ. രക്ഷപ്പെടാതെ പിന്നെ എവിടെ പോവാനാടാ? രക്ഷപ്പെടും, നിന്നെ ഞാൻ രക്ഷപ്പെടും. എന്നിട്ട് ഇവിടുന്ന് അങ്ങ് ദൂരെ, ഒത്തിരി ദൂരെ നിന്നെ ഞാൻ കൊണ്ടുപോകും. അവിടെ നിനക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ടി വരില്ല, ആരെയും പേടിക്കേണ്ടി വരില്ല. അവിടെ സുഖമായി ജീവിക്കാൻ പറ്റും. കുട്ടിമണിക്ക് പിന്നെ നല്ല കാലമായിരിക്കൂടാ. ഭായി, അങ്ങനെ എല്ലാരും കൊണ്ടുപോയി സീൻ ജോളിയാക്കുകയാണെങ്കിൽ എന്നെയും കൂടി കൊണ്ടുപോവായി. എന്റെ സീനാകെ കോൺട്രിയായി ഇരിക്കുക. ഓവ് ഫസ്റ്റ് കോൺട്രാകക്ഷി. ആ മനസ്സിലാ, ഞാനെന്നാ അങ്ങോട്ട് നീങ്ങുവാടാ. പൂട്ട് പൊളിക്കാൻ കഴിവുള്ള ആളുകളാ കൂടെ ഉള്ളത്. അപ്പൊ പിന്നെ കുട്ടിമണിയെ പൂട്ടിയിട്ടിട്ട് പോയി എന്ന് പറഞ്ഞ് ആശ്വസിക്കണ്ട. അല്ല, ഞാനൊന്നും അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല കൂട്ടുകാരാ. എന്തായാലും പിച്ചളെ പോലെ നല്ലൊരു കൂട്ടുകാരനെ നിനക്ക് കിട്ടിയല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. എന്നാ ശരിയടാ. ശരിയടാ, നമുക്ക് കാണാം. വാ വാ ബായ്. ബായ് കേറ്, ഞാൻ അതാ വരുന്നു. എന്താ കുട്ടു മുഖം വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല മനുഷ്യ, എന്നെ ഒറ്റക്കാക്കിട്ട് എങ്ങും പോണ്ട, പേടിയാ. ഇല്ല, എന്റെ കുട്ടുവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങും പോവില്ല. പോരെ, പോയത് നമുക്ക് ചോറ് വയ്ക്കാൻ അരിയും കൂട്ടാൻ വയ്ക്കാൻ പച്ചക്കറിയും മേടിക്കാനല്ലേ പോയത്. കുട്ടിമണിക്ക് വയ്യാതിരിക്കുമ്പോ അങ്ങനെ എപ്പോഴും പുറത്തു കൊണ്ടുപോകാനൊക്കെ പറ്റുമോ? എന്നാ അതൊന്നും വേണ്ട, ഞാന് വിശന്നങ്ങിരുന്നോളാം. അങ്ങനെ വിശന്നിരിക്കൊന്നും വേണ്ട കുട്ടിമണി. കുട്ടിമണി ഒറ്റയ്ക്കാക്കിയിട്ട് ഈ മനസ്സ് ഞാൻ ഒരിടത്തും പോവില്ല. പോരെ, വാ വാ വാ. കുട്ടു, ആ ഞാൻ വന്നു, കണ്ടു. ആ പരമസുഖം തന്നെ. ഇല്ലില്ല, എനിക്കറിയാം മാഡം, എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെയൊന്നും പോകത്തില്ല. പിന്നെ എൻ്റെ പേര് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഞാൻ കെട്ടിയിട്ടുണ്ട്. ആ പക്ഷേ ഞാൻ വിളിക്കാം മാഡം. അല്ല, ഇതാര് പിച്ചളയോ? ഇപ്പോ അവിടെ നിൽക്കില്ലായിരുന്നോ? പിന്നെന്താ ഇവിടെ? എന്താന്നറിയില്ലേ ബായ്, എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര കഴിവുണ്ട്, ഡബിൾ റോളിൽ പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ്. നീ എന്താ ഇവിടെ വന്നിന്ന് എന്നെ വാച്ച് ചെയ്യായിരുന്നോ? എന്തിന്? ഞാൻ എന്തിന് ബായിയെ വാച്ച് ചെയ്യണം? ഞാൻ എന്താ CID പണി നടത്തുന്ന ആളാണോ? ഞാൻ ചുമ്മാ ഇങ്ങോട്ട് വന്നു. അപ്പൊ ബായി ആരോടോ ഫോണിൽ ശരി മേഡം, ഓക്കെ മേഡം, ഓ മേഡം, നോ മേഡം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. ഞാൻ അതിങ്ങനെ നോക്കി നിന്നു. ആരായിരുന്നു ബായി അത്? അത് നമുക്കൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉണ്ട് എറണാകുളത്ത്. എറണാകുളത്തോ? എറണാകുളത്ത് എവിടെയായിട്ട് വരും? വൈറ്റില, കടവന്തറ, കല്ലൂർ അതോ എറണാകുളത്ത് തമ്പാനൂരാണ്? നീ എന്താ എന്നെ കളിയാക്കണം? എറണാകുളത്ത് കുറച്ച് ഉള്ളിലോട്ട് മാറിയാ തൈക്കുടം എന്നൊരു സ്ഥലത്ത് അവിടെ ഒരു ഓഫീസുണ്ട്. എനിക്ക് ആ ഏരിയ നന്നായിട്ട് അറിയാൻ പായി. അവിടുത്തെ എല്ലാ ബൈ റൂട്ടിലൂടെയും പോലീസ് എന്നെ ഓടിച്ചിട്ടുള്ളതാ. അപ്പൊ പിന്നെ അത് വിട്. ബായിക്ക് അവിടെ ഒരു ഓഫീസുണ്ട്. എന്നിട്ട് ആ ഓഫീസിന്റെ ഓണറും MDയും ഒരു മേഡമാ. എന്തുവാ മേഡത്തിന്റെ പേര്? സോണിയ. സോണിയാഗാന്ധിയാണോ? അല്ല, സോണിയാഗാന്ധി എല്ലാരും മേഡം എന്നാ വിളിക്കുന്നു. അധികം തമാശ ഒന്നും വേണ്ട. നീ ഇപ്പോ മനസ്സിന്റെ വാലായി നടക്കുകയാണെന്ന് എനിക്കറിയാം. വാലായിട്ട് കൂടെ നടക്കുന്നവൻ കിട്ടുന്നതും മേടിച്ച് ഒപ്പം നടന്നാ മതി. അത് വെച്ചിട്ട് എന്നോട് മൂപ്പ് കാണിക്കണ്ട. ബായ്, എന്തിനാ ബായ് ചൂടായിട്ട് സീൻ ഹോട്ടാക്കുന്നത്? ഞാനൊരു തമാശ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പൊ ബായ് എറണാകുളത്തെ മേഡത്തോട് സംസാരിച്ചു അല്ലേ? അതെ. പിന്നെ ബായ് എങ്ങാണ്ട് ഒതുക്കാമെന്നോ നാക്ക് കെട്ടാമെന്നൊക്കെ പറയണ കേട്ടു. പിച്ചളെ, നീ മിടുക്കനാണെന്ന് എനിക്കറിയാം, മിടുമിടുക്കൻ. പക്ഷെ നിന്നേക്കാൾ ഒരു പടി മുകളിലാണ് ഈ ശിവ. അതുകൊണ്ട് വെറുതെ എനിക്കിട്ട് ചൊറിയാൻ നിൽക്കണ്ട. ബായ്, നിങ്ങൾ അവിടെ വെച്ച് ശരിക്കും ചൊറിഞ്ഞല്ലോ.
എനിക്കിട്ട് ചൊറിഞ്ഞ തിരിച്ച് ഞാൻ മാന്തും. അതാ പിച്ചള. പൂട്ടുപൊളിക്കാൻ കഴിവുള്ളവനൊക്കെ കൂടെ നിർത്തുമ്പോ സൂക്ഷിക്കണമെന്ന് പറഞ്ഞില്ലേ? പിച്ചളയ്ക്ക് ഒരുപാട് കുറവുകളുണ്ട്. പക്ഷെ ഒരു നല്ല ഗുണമുണ്ട്. അതെന്താണെന്നറിയോ? അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ്, വിശ്വസിക്കുന്നവനെ ചതിക്കാതിരിക്കാനുള്ള ബോധം, ആത്മാർത്ഥത, സത്യസന്ധത. ഒരു കള്ളൻ സത്യസന്ധതയെക്കുറിച്ച് പറയുന്നോന്ന് ബായി ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ മോഷ്ടിക്കുന്നത് ബായി ഇവിടെ സ്വർണം പൂശിയ ശ്രീകോവിലിന് മുന്നിൽ പെട്ടിക്കണക്കിന് കാശിരിക്കുമ്പം ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുക. ഭഗവാന്റെ തലയിൽ പാലൊഴിച്ച് അഭിഷേകം നടത്തുമ്പം പാല് പോയിട്ട് പച്ചവെള്ളം കിട്ടാതെ തെരുവിൽ അലയുകയാണ് കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളാണ് ബായി ദൈവങ്ങൾ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി മോഷ്ടിക്കും, പൈസ കൊടുക്കും. ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രം മോഷ്ടിക്കുന്ന ഒരു പാവം കള്ളൻ. അപ്പൊ ബായി ഇത്ര ഓർത്തു വെച്ചാൽ മതി. പിച്ചള ഒരു ലോഹമാണ്, ഒരു ലോഹം. ലോഹം കൊണ്ട ദേഹം മുറിയും. എന്നാ പിന്നെ ശിവംബായി പോ, ചെല്ലു. ചുമ്മാ നമ്മൾ തമ്മിൽ സംസാരിച്ച് സീൻ കോൺട്രാക്കണ എന്തിനാ? അപ്പൊ വണ്ടി വിടുകല്ലേ? ഓ ആഹാ, ഏത് കടയിലേക്കാ കലേ? ഈ ഇന്ദുവേടത്തിയുടെ ഓരോരോ ചോദ്യങ്ങള്. എന്റെ ഇന്ദുവേടത്തി ഡൽഹിയിൽ പഠിച്ചു, വക്കീലായി, ജോലി ചെയ്തു, എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചില സമയത്തെ വെറും നാട്ടുംപുറത്തുകാരി പെണ്ണ. അത് ഓരോരുത്തരുടെ രക്തത്തിൽ കലർന്നു കിട്ടുന്ന സ്വഭാവമല്ലേ കലേ? ഞാനിപ്പോ ഏതാണ്ട് തെറ്റായി ചോദിച്ചതുപോലെയാണല്ലോ കലയുടെ ഭാവം. ദേ, നാട്ടുംപുറത്തുകാരിയുടെ അടുത്ത സ്വഭാവം. ഞാൻ എന്തെങ്കിലും ഒരു കമന്റ് പറഞ്ഞാൽ ഉടനെ അത് മൂക്കയിലെടുക്കും. എന്റെ പൊന്നി ഇന്ദുവേടത്തി, നമ്മൾ ടൗണിലേക്ക് ചെല്ലുമ്പോ എന്തുമാത്രം ടെക്സ്റ്റൈൽസുകൾ അവിടെ ഉള്ളത്. അതിലേതെങ്കിലും ഒന്നിൽ കേറാം. അല്ല, ഇന്ദുവേടത്തിയുടെ ബഡ്ജറ്റ് എത്രയാ? ബഡ്ജറ്റൊക്കെ ഉണ്ട്. എന്റെ അത്യാവശ്യത്തിനുള്ള ബാങ്ക് ബാലൻസും ഉണ്ട്. ഒരിക്കലും ആരുടെ മുമ്പിൽ കൈ നീട്ടരുതെന്ന് നിർബന്ധമുള്ള ആളാ ഞാന്. അങ്ങനെ തന്നെ വേണം ഇന്ദുവേടത്തി. നമ്മൾ പെണ്ണുങ്ങളുടെ പരാജയം എവിടെ നിന്നാ തുടങ്ങുന്നതെന്നറിയാമോ? എന്നേക്കാൾ ഇപ്പൊ ലോകപരിചയവും അനുഭവവും ഒക്കെ ഉള്ളത് കലയ്ക്കാണല്ലോ. ഞാൻ ഇനി കലയെ കലയെടുത്തിന്ന് വിളിച്ചാലോ എന്ന് ആലോചിക്കാം. അത് കൊള്ളാം. പക്ഷേ അത് വേണ്ട കേട്ടോ. എനിക്ക് പ്രായക്കുറവാ. ഞാൻ കൊച്ചുകുട്ടിയല്ലേ. എന്നാ കൊച്ചുകുട്ടി പറഞ്ഞേ, എവിടുന്നാണ് സ്ത്രീകളുടെ പരാജയം തുടങ്ങുന്നത്? പുരുഷനെ നമ്മൾ സാമ്പത്തികമായി ആശ്രയിക്കുന്നിടത്ത് നിന്നാണ് നമ്മൾ സ്ത്രീകളുടെ പരാജയം തുടങ്ങുന്നത്. ഇടാനുള്ള ഒരു ഉടുപ്പിനും കഴിക്കാനുള്ള ഭക്ഷണത്തിനും പുരുഷന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുമ്പോ പതുക്കെ പതുക്കെ അവര് നമ്മുടെ മേലെ അധികാരം സ്ഥാപിച്ചു തുടങ്ങും. അതിന് നേരെ വിപരീത ഉദാഹരണമല്ലേ ഇവിടെ. രവിയേട്ടൻ ഇടുന്ന ഒരു നല്ല ടീഷർട്ട് പോലും എന്റെ കാശ. അതുകൊണ്ടെന്താ, ഞാൻ വരയ്ക്കുന്ന വരയില് രവിയേട്ടൻ നിൽക്കും. അതാണ് അതിന്റെ ഗുണം. ബാലേട്ടൻ എന്തുകൊണ്ടാ ഇന്ദുവേടത്തെ കുറച്ചെങ്കിലും അനുസരിക്കുന്നത്? അത് ഇന്ദുവേടത്തി ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ദുവേടത്തി വന്നു കയറിയപ്പം വെച്ചുകൊടുത്ത 2 ലക്ഷം രൂപയുടെ വിലയാ. പിന്നെ ഇന്ദുവേടത്തി ബാലേട്ടനെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് നടക്കുന്നതുകൊണ്ടാ. ഇന്ദുവേടത്തിയുടെ കയ്യില് കാശുണ്ട്. കാശുള്ള സ്ത്രീകളെ കാശില്ലാത്ത പുരുഷന്മാരെ അനുസരിക്കും. അത് നാട്ടുനടപ്പാ. ഞാൻ ആ നാട്ടുനടപ്പും ചന്ദ്രേട്ടനെ അനുസരിക്കണ്ട എന്ന് ചിന്തിച്ചൊന്നും അല്ല കല. നമ്മളൊരു വീട്ടിലേക്ക് കയറി വരുമ്പോ ആ വീട്ടില് നമ്മളെ കൊണ്ട് ഒക്കുന്ന സഹായങ്ങൾ ചെയ്യാം, അത്രേ ഉള്ളൂ. ആ, പക്ഷേ സഹായം ആളറിഞ്ഞ് ചെയ്യണം. എന്നതാ ഒരു കുശുകുശുപ്പ്? എപ്പ നോക്കിയാലും വീടിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് നിന്ന് ഇതാണല്ലോ പരിപാടി. അതിനിപ്പോ എന്തോ വേണം? ഞങ്ങൾ ഈ മുറ്റത്തിറങ്ങി തിരുവാതിര കളിക്കണം? അയ്യോ വേണ്ടേ. അല്ലാതെ തന്നെ നിന്റെ മുടിയാട്ടം കുറെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നിന്റെ തിരുവാതിരയും കൂടെ കാണാനുള്ള ശക്തി എനിക്കില്ല. കൊച്ചേ, ഒരു ഉപകാരം ചെയ്യാമോ നിനക്ക്? എന്താ അപ്പച്ചമ്മേ? അതെ, ഇതൊരു കുറുപ്പടിയാ, വൈദ്യശാലയിൽ നിന്ന് മേടിക്കാനുള്ളതാ. ഒന്ന് മേടിച്ചോണ്ട് വരാമോ? കുഴമ്പ് എണ്ണയാ. പിന്നെ എന്റെ പൈസ ഇപ്പൊ ഇല്ല, ഞാൻ പിന്നെ അങ്ങ് തരാം. ഇന്ദുവേടത്തി, എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നേ? ഇവർക്ക് മരുന്ന് മേടിക്കണമെങ്കിൽ ഇവിടെ ആളിന് മേൽ ആളല്ലേ. നീ എന്തിനാ നിനക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? ഞാൻ ഇവളോടല്ലേ പറഞ്ഞത്. അങ്ങനെ പാവം ഇന്ദുവേടത്തി ആരും അങ്ങനെ മണ്ടിയാക്കി കാര്യം സാധിക്കണ്ട.
മേടിക്കാൻ ഇന്ദുവേടത്തിക്ക് പറ്റത്തില്ല. ഇന്ദുവേടത്തി എന്റെ കൂടെ വരുന്നത്. ഞങ്ങൾക്ക് വേറെ പലയിടത്തും പോകാനുണ്ട്. നീയൊക്കെ ചാടിത്തുള്ളി ഇപ്പൊ പോകുന്നത് എങ്ങോട്ടാ? പുത്ത തുണി മേടിക്കാൻ പോവുമല്ലേ? ആ കൂട്ടത്തിൽ എനിക്ക് 2 തുടം കുഴമ്പൂടി മേടിച്ചാൽ എന്താ? നിന്റെയൊക്കെ കൈ അങ്ങ് ഒടിഞ്ഞു പോവോ? കൈയും ഒടിയത്തില്ല, കാലും ഒടിയത്തില്ല, തലയും പൊട്ടത്തില്ല. പക്ഷേ പറ്റത്തില്ല. അത് അപ്പച്ചമ്മേ, ഞങ്ങളുടെ തുണിക്കടയിലല്ലേ പോകുന്നത്. അവിടുന്ന് ഞങ്ങൾ നേരത്തെ ഇങ്ങി പോരും. ഇടയ്ക്ക് എങ്ങും ഇറങ്ങാൻ പറ്റത്തില്ല. തന്നെയുമല്ല, മഴയൊക്കെ ആയിരിക്കും. ഓ, മഴയത്തിറങ്ങിയ തുണി നനയുമായിരിക്കും. എന്നാ ഒരു കാര്യം ചെയ്യും, എനിക്കും കൂടെ കുറച്ച് തുണി മേടിച്ചോണ്ട് വാ. അപ്പൊ പിന്നെ ഒഴിവ് കഴിവ് പറയത്തില്ലല്ലോ. അയ്യോ, എന്തോ ഡ്രസ്സാ വേണ്ടത്? ഒരു മിഡി ടോപ്പ് എടുത്തോണ്ട് വരട്ടെ? അതാകുമ്പോ നിങ്ങൾക്ക് നന്നായിട്ട് ചേരും. നിന്റെ അമ്മയ്ക്ക് ചേരുന്നുണ്ടല്ലോ. നിന്റെ അമ്മയ്ക്ക് ഇടാങ്കി എനിക്ക് വിടാം. നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാതെ എന്റെ അമ്മയ്ക്ക് പറയരുത്. നിങ്ങൾ ഇത്രയും കിടന്ന് ചാടിയതല്ലേ, നിങ്ങൾ ഇനി ഇത് മേടിക്കണ്ട. നീ എന്താടി കാണിച്ചത്? പോയെടുത്തോണ്ട് പാടി. ഇവിടെ നിങ്ങളുടെ ദത്തുപുത്രി ഉണ്ടല്ലോ, മൈലമ്മ, അവളോട് ചെന്ന് എടുക്കാൻ പറ. അല്ലെങ്കിൽ മർമാണി ഉണ്ടല്ലോ, അങ്ങേരോട് ചെന്ന് പറ. അയാളാവുമ്പോ കണ്ണുകൊണ്ട് മർമ്മം കാണിച്ചാൽ മതിയല്ലോ. കടലാസിങ്ങി പറന്നു വരും. ഇവനെ ഇന്ന് ഞാൻ എവിടെ പോയി കിടന്നടാ ഇത്രയും നേരം? എത്ര നേരം കാത്തു നിൽക്കുന്നു? അത് പിന്നെ ബ്ലോക്ക് ആയിരുന്നു മേഡം. ഓ, ബ്ലോക്ക്. എന്നോട് ഇങ്ങനെ കാണിച്ചിട്ട് പോണെങ്കിൽ നിനക്ക് കിട്ടിക്കൊള്ളും. നീ കാറിൽ സൂക്ഷിച്ചിരുന്നോ? കണ്ടോ, ഈ കുപ്പച്ചമ്മ പറഞ്ഞ കേട്ടല്ലോ, പ്രാഗിയാ വിടുന്നത്. സൂക്ഷിച്ചൊക്കെ പോണം. എന്റെ അമ്മച്ചി വണ്ടിയും കൊണ്ട് പോകുമ്പോ ഇങ്ങനൊന്നും പറയാ. ആരാണ് നിന്റെ അമ്മച്ചി? നാണമില്ലാത്തവനെ. നിനക്ക് വേറെ വല്ല ജോലിക്ക് പോക്കൂടെ? എടാ, എവളെ കാറിൽ വെച്ച് വണ്ടി ഓടിക്കുന്നതിനേക്കാളും ചവറ് കൊണ്ടുപോണ വണ്ടി ഓടിക്കുക, അതാ നിനക്ക് നല്ലത്. എന്നെ കൊണ്ടൊന്നും എന്റെ കല്ല് ഒന്ന് വണ്ടി കയറ്. പോയി വണ്ടി എടുക്കടാ. കിളവി. ഒരു മഹാറാണി പോണു, അവളുടെ തേര് എഴുന്നള്ളിച്ചു പോണു. സീതയും കലയും മുഖാമുഖം നിൽക്കുമ്പോ നിങ്ങൾക്കിടയില് വേറെ എന്തോ പ്രശ്നമുള്ളതുപോലെ. അത് സീത കുഞ്ഞിനെയും കൊണ്ട് വന്നാൽ അവളുടെ മുഖത്ത് നോക്കി ഞാൻ ചാലഞ്ച് ചെയ്യും. എന്ത്? അങ്ങനെ സീതാദേവിക്ക് 3ാമതൊരു കല്യാണം കൂടി അല്ലേ? നന്നായി. വയലോരം വീട്ടില് അതൊരു പുതിയ പ്രശ്നമായിട്ട് മാറും. നീ നോക്കിക്കോ. പുതിയ പ്രശ്നവും? പ്രശ്നം ഒഴിഞ്ഞു പോവല്ലേ? അത് നമ്മുടെ തോന്നൽ മാത്രമാ. ഗർഭിണിയായിരിക്കുമ്പോ സീത വേറൊരു കല്യാണത്തിന് സമ്മതിക്കുന്നത് തന്നെ അത് വയലോരം വീടിനും ബാലനും നേരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്. സീത വെറുതെ ഇരിക്കത്തില്ല. നീ നോക്കിക്കോ. അവളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യും. കല്യാണം കഴിക്കുന്നത് തന്നെ അവളുടെ കൂടെ നിന്ന് പൊരുതാനും അവളെ ഒന്ന് താങ്ങിപ്പിടിക്കാനും ഒരു ആൺ തുണയ്ക്ക് വേണ്ടിയാ. അതും സ്വന്തം മുറച്ചെറുക്കനെ. അവനെപ്പറ്റി നീ പറഞ്ഞെനിക്കറിയാലോ. എന്താ അവന്റെ പേര്? നകുലൻ. ആ, നകുലൻ. എന്തായാലും ബാലന്റെയും ഇന്ദുവിന്റെയും ജീവിതത്തില് ഇനിയത്ര സുഖം ഉണ്ടാവില്ല. അല്ലമ്മേ, സീത നകുലനെ കല്യാണം കഴിച്ചു പോകുന്നതോടെ ബാലേട്ടനും ഇന്ദുവിടത്തെയും ഫ്രീ ആവുകയല്ലേ? ഒരിക്കലുമല്ല. 2 രീതിയിലാ അവൾ ബാലനെ തകർക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. ഒന്ന്, എന്തൊക്കെയായാലും കുറെ നാള് സ്വന്തം ഭാര്യയായി ജീവിച്ചവള് വേറൊരുത്തന്റെ ഭാര്യയാവുമ്പോ ബാലന്റെ മനസ്സിലൊരു കുത്തലുണ്ടാവും. അതവള് ഭംഗിയായിട്ട് ആസ്വദിക്കുന്നുണ്ട്. 2, നകുലനെ പോലൊരു ചട്ടമ്പിയെ കൂട്ടുപിടിച്ചാൽ നാളെ കുഞ്ഞിനെയും കൊണ്ട് വന്ന് ബാലന്റെ മുൻപിൽ വെല്ലുവിളിക്കാൻ സാധ്യതയുണ്ട്. ഇത് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് അത് ഞാൻ ഇന്ദുവടത്തോട് പറയുകയും ചെയ്തിരുന്നു. നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം അമ്മ? അത് പറ. നമ്മൾ ഒന്നും ചെയ്യണ്ട. നമ്മൾ വെറും കാഴ്ചക്കാരാ. ഗാലറി പാസ് കയ്യിലുള്ളവർ. നമ്മൾ ഇരിക്കുക, നന്നായി കളി കാണുക. പിന്നെ ആരൊക്കെ പോകുന്നു കല്യാണത്തിന്? ഓ, അതൊരു കല്യാണം വല്ലോ ആണോ? ഒരു കോക്കാമ്പിച്ചി ചടങ്ങ്. ഞാൻ പോകുന്നുണ്ട്. ഇന്ദുവേടത്തിയും എന്തായാലും പോവും. കൂടെ ബാലേട്ടനെയും കൊണ്ടുപോകും. അതുറപ്പാ. നന്നായി. ചില കാര്യങ്ങൾക്ക് നമ്മുടെ പ്രസൻസ് ഉള്ളത് നല്ലതാ. ഇപ്പൊ ആ കല്യാണത്തിന് സംബന്ധിക്കാൻ നീ പോകുമ്പോ 2 പേർക്കാ ഒരുപോലെ മുറിയുന്നത്. ഒന്ന്
ബാലന്, മറ്റൊന്ന് സീതയ്ക്ക്. ഓ, അവർക്കെന്തോ മുറിയാനാ? അവര് ആ പൂക്കോടി അമ്മാവനെ വയലൂരും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാ കല്യാണം വിളിപ്പിച്ചത്. അതൊക്കെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. പക്ഷേ കാര്യത്തോടടുക്കുമ്പോ അതൊക്കെ മാറും. സീത കരുതിയത് ഈ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ ബാലനൊന്ന് വരണ്ടിട്ട് ഓടി സീതയുടെ കാൽക്കൽ ചെന്ന് വീഴുമെന്ന. അതുണ്ടായില്ലല്ലോ. ഇനിയിപ്പൊ സീതയ്ക്ക് നകുലന്റെ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാതെ നിവർത്തിയില്ല. എനിക്ക് ആ കല്യാണം ഒന്ന് കാണണം. അതുകൊണ്ട് ഞാൻ പോവും. അവരുടെ വിളറിയ മുഖം, അതിനുവേണ്ടി മാത്രമാ ഞാൻ പോകുന്നത്. ഞാനത് വീട്ടിലെത്തിയതേ ഉള്ളൂ. മീറ്റിംഗ് നെക്സ്റ്റ് സൺഡേ. അത് മതി. MD ആയി ഞാൻ പറഞ്ഞതങ്ങ് അനുസരിക്കുക. ഞാൻ വിളിക്കാം, വെച്ചോ. എന്താ അമ്മയും മോളും തമ്മിൽ പുതിയൊരു ഗൂഢാലോചന? നിങ്ങൾ കാണുമ്പോ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. എന്നുവെച്ച് ഞങ്ങള് തമ്മിലുള്ള മീറ്റിംഗ് എന്താ അങ്ങ് കുറഞ്ഞോ? അതൊരിക്കലും കുറയത്തില്ല എന്ന് എനിക്കറിയാം. അത് കുറയണമെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ചാവണം. എന്റെ നോട്ടത്തിൽ അടുത്ത നെറുക്ക് നിനക്കാ ജലജ. കാരണം ഒരു മകളെ പറഞ്ഞു തിരിക്കാവുന്നതിന്റെ അങ്ങേയറ്റം നീ പറഞ്ഞു തിരിച്ചു, വഷളാക്കാവുന്നതിന്റെ അങ്ങേയറ്റം നീ വഷളാക്കി. ഇപ്പോ നിനക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കെട്ടിപ്പൂട്ടി തിരിച്ചു പോവുക, അത്ര തന്നെ. വേഷം അവസാനിച്ച അരങ്ങൊഴിയണമെന്നല്ലേ? ആടയാഭരണങ്ങൾ കഴിച്ചു വെച്ച് നീ ഒരിക്കൽ വെള്ളം ഉടുത്തു. ഇനി ആ വെള്ള പുതയ്ക്കും. അത് നിങ്ങളുടെ ആഗ്രഹം മാത്രമാ. ജലജകുമാരി സ്വച്ഛന്ത മൃത്യുവാ. അതായത് ഞാൻ ആഗ്രഹിക്കുമ്പോഴേ എനിക്ക് മരണമുള്ളൂ. അത് കൊള്ളാലോ. അല്ല, നീ എന്താ ഇവിടെ? എനിക്കെന്താ, എന്റെ വീട്ടിൽ ഒന്നുകൂടി. അറിഞ്ഞായിരുന്നോ? എന്ത്? ഓ, നിങ്ങള് വയലോരം വീട്ടിലെ വലിയ ആളല്ലേ? അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മിനിറ്റ് വെച്ച് അറിയുന്ന ആളല്ലേ? എന്നിട്ടെന്താ ഇതറിയാതെ പോയത്? അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്നാ ഇതും അറിയേണ്ട കാര്യം തന്നെ. വയലോരം വീട്ടിലെ ബാലചന്ദ്രന്റെ ഭാര്യ സീത വീണ്ടും കല്യാണം കഴിക്കാൻ പോകുന്നു. അതറിഞ്ഞായിരുന്നോ? ഞാനും അങ്ങനെ കേട്ടു. അത് വലിയ കാര്യമാക്കിയില്ല. ഓ, അപ്പൊ അമ്മയും മോളും തമ്മിൽ അതിന്റെ ആഘോഷമായിരുന്നോ? ആഘോഷം ആക്കണമെങ്കിലേ ഞങ്ങൾ അങ്ങ് ആഘോഷിക്കും. അത് വേറെ കാര്യം. എന്തായാലും ഇക്കാര്യം എനിക്കും അമ്മയ്ക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. വയലോരം വീട്ടിലെ ആരുടെ നെഞ്ചു പുകഞ്ഞാലും ഞങ്ങൾക്ക് സന്തോഷം. അതറിയാലോ, വയലോരം വീട്ടുകാരുടെ ബന്ധുവായ മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പിക്ക്. കൂടുതൽ സംസാരിക്കുന്നതിന് നടക്കുന്നതേ ഒരു കല്യാണമൊന്നുമല്ല. വയലോരം വീട്ടിലെ ബാലചന്ദ്രന് നട്ടലില്ലാഞ്ഞിട്ടാ. ഭാര്യയെ കാണാതായപ്പം വേറെ ഭാര്യ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് എഴയുന്നു. ഞാൻ എന്തൊക്കെയായാലും ആ ചടങ്ങിന് പോകുന്നുണ്ട്. നീ എന്തിനു പോകുന്നു? എനിക്കതൊന്ന് കാണണം. എന്താ? അപ്പോ അമ്മ വരുന്നോന്ന് അറിയാനാ ഞാൻ വന്നത്. ഇല്ല, ഇവിടുന്ന് ആരും വരുന്നില്ല. നീ പോവോ പോവാതിരിക്കോ, അത് നിന്റെ കാര്യം, നിന്റെ മാത്രം കാര്യം. എനിക്കൊന്ന് പോണോന്നുണ്ട്. ജലജെ, നീ ശാരദാമ്മയുടെ മരണത്തിൽ പോയത് ഓർമ്മയുണ്ടല്ലോ? അവിടെ വെച്ച് ഒന്നേ കിട്ടിയുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ കല്യാണത്തിനെങ്ങാനും നീ ഇവിടുന്ന് ഇറങ്ങിയാൽ അവിടുന്ന് ഇതുവരെ നീ ബാക്കി മേടിക്കും. വലിച്ചഴിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവരും. അതോടെ തീരും. മാണിക്യമംഗലത്തമ്മയുടെ ഗമയും പത്രാസും ഒക്കെ കേട്ടല്ലോ. എന്തു പറഞ്ഞു കലേ വീട്ടീന്ന് സീതാദേവിയുടെ കല്യാണത്തെക്കുറിച്ച്? അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് പണ്ടേ അവരെ അത്ര ഇഷ്ടമൊന്നുമല്ല. അമ്മയുടെ മുമ്പിൽ വെച്ചല്ലേ അവരെന്റെ ദേഹത്ത് കൈവച്ചത്. അതിനു പകരം തേപ്പോട്ടി കൊണ്ട് ഞാൻ നല്ലത് കൊടുക്കുകയും ചെയ്തു. കൈവച്ചെന്നു? തേപ്പ് പെട്ടിക്ക് കൊടുത്തെന്നു? കല എന്താ പറഞ്ഞ? അല്ല എന്തുവെടുത്തി, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാലേ, ഒരു പ്രാവശ്യം ഞങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായിരുന്നേ. അന്നേരം അവരെന്റെ ഉടുപ്പ് കയറി പിടിച്ചു. അത് കണ്ടിട്ടാ എന്റെ അമ്മ വന്നത്. എന്നിട്ട് കല തേപ്പ് പെട്ടിക്ക് തിരിച്ചടിച്ചോ? ഞാൻ ആ ദേഷ്യത്തില് അവരുടെ കയ്യിലിരുന്ന അയൺ ബോക്സ് എടുത്ത് അങ്ങ് എറിഞ്ഞു കളഞ്ഞു. സത്യത്തിൽ
കലയും സീതയും തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? ഞങ്ങൾ തമ്മിൽ പ്രശ്നമുള്ളതുകൊണ്ടാണല്ലോ ഞാനിപ്പോ ഇന്ദുടത്തോട് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാലും അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. സീതയും കലയും മുഖാമുഖം നിൽക്കുമ്പോ നിങ്ങൾക്കിടയിൽ വേറെ എന്തോ പ്രശ്നമുള്ളതുപോലെ. അത് ഞാൻ ഇന്ദുടത്തോട് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. മനസ്സുജനും ഞാനും തമ്മിലുള്ള ബന്ധം അവർക്കറിയാവുന്നത് ഒരു പ്രശ്നമല്ലായിരുന്നോ? അയ്യോ, പറഞ്ഞത് തിരിഞ്ഞുപോയി. മനസ്സുജനും അവരും തമ്മിലുള്ള ബന്ധം രഹസ്യബന്ധം. പിന്നെ അവര് നേരത്തെ ഒന്ന് കല്യാണം കഴിച്ചതാണെന്നുള്ള രഹസ്യം ഞാനല്ലേ ചെകഞ്ഞ് പുറത്തു കൊണ്ടുവന്നത്. ഒരാളെ കൊല്ലാനുള്ള പകയുണ്ടാവാൻ ഇത് ധാരാളം. പിന്നെ സീതയുടെ കല്യാണം കാണാൻ പോകുന്ന കാര്യം അമ്മയോട് പറഞ്ഞില്ലേ? പിന്നെ പറയാതെ. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? അമ്മയ്ക്ക് വലിയ സന്തോഷമായി. പാവ ഇന്ദുടത്തിയുടെ ഒരു ടെൻഷൻ തീർന്നല്ലോ എന്ന് പറഞ്ഞു. ഒരു ടെൻഷനോ? ഞാനെന്ത് പറഞ്ഞത് മറന്നുപോയോ? രണ്ടാമത്തെ ടെൻഷൻ സീതയുടെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുവല്ലേ. മസാല ദോശയുടെ കൂടെ ഒരു വട എന്ന് പറയുന്നത് പോലെ വലിയ ടെൻഷന്റെ കൂടെ ഒരു കുഞ്ഞു ടെൻഷൻ. പിന്നെ കുഞ്ഞു ടെൻഷൻ ക്രമേണ വളർന്ന് ഒരു വലിയ ടെൻഷൻ ആവൂന്ന് മാത്രം. അന്ന് നമ്മൾ പറഞ്ഞതുപോലെ സീത കുഞ്ഞിനെയും കൊണ്ട് വന്നാൽ അവളുടെ മുഖത്ത് നോക്കി ഞാൻ ചാലഞ്ച് ചെയ്യും. എന്ത്? DNA ടെസ്റ്റ് നടത്താൻ.